ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊൽക്കട്ട ഉണ്ടാക്കാൻ പോയിട്ട് ഞാൻ അരിപ്പൊടി എടുക്കാം. 1 കിലോ അരിപ്പൊടി എടുത്തു. അരിപ്പൊടി എടുത്ത് കൊൽക്കട്ട ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാൻ തേങ്ങ, ശർക്കര നീരിൽ ഇതിലിട്ടു, ചുക്കും ഏലക്ക പിന്നെ വലിയ ജീരകം പൊടിച്ചിട്ട് ഇട്ടു. അപ്പൊ ഇതിന് നല്ല സ്മെയിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ അത് ശരിയാക്കി വെച്ചിട്ടുണ്ടോ ശർക്കര. പിന്നെ ഇവിടെ അരിപ്പൊടി വെച്ചു. ഇപ്പൊ ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കണം. നല്ല തിളച്ച് വെള്ളം വേണം കൊൽക്കട്ട ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഞാൻ വെള്ളം നല്ല പോലെ ചൂടാവട്ടെ. ഞാൻ ഈ അരിപ്പൊടിയിൽ ഇത്തിരി ഉപ്പും മിക്സ് ആക്കാം. ഉപ്പ് മിക്സാക്കി വെച്ചിട്ടുണ്ടോ. ഇപ്പൊ വെള്ളം ശരിക്ക് ചൂടാവട്ടെ. ശരിക്ക് ചൂടായി കഴിഞ്ഞിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കാം. ഇഡ്ഡലി പാത്രം വയ്ക്കട്ടെ. ഇഡ്ഡലി പാത്രത്തിൽ ഇത് അപ്പി പിടിക്കാനായിട്ട് കൊൽക്കട്ട ഉണ്ടാക്കാനായിട്ട് ഇത് വെക്കാം. അപ്പൊ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കും, വെള്ളം ചൂടായിക്കൊണ്ട് ഇരിക്കും. അപ്പത്തിന് ഇടാം. ഇത് കാട്ടിട്ട് ഇപ്പൊ നല്ല ചൂട് വെള്ളമാണ്, തിളച്ചിരിക്കുക. അപ്പൊ ഈ വെള്ളം ഞാൻ ഒഴിക്കാം. ഇത്രയും തിളച്ചി വെള്ളം കൊണ്ടുവന്നല്ല ഈ അരിപ്പൊടി വെന്തി പോകും. ഇപ്പൊ ഈ ചട്ടകം കൊണ്ട് തിരിഞ്ഞ് മറിഞ്ഞ് വെക്കാം. ഇതിപ്പോ ചൂടാറി, വെള്ളം ചൂടാവാൻ തേങ്ങ, ശർക്കര ഇതിലില്ല. ഇതുപോലെ ബോളുണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം. ഇതുപോലെ ബോളുണ്ടാക്കാം. ഇപ്പൊ ഇത് മൂടി വയ്ക്കാം. ഒരു പാത്രത്തിൽ എടുത്ത് നോക്കാം.